ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹലുവ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര, അത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട്. പിന്നെ തേങ്ങ ചിരകിയത്, അത് ഓപ്ഷനിലാണ്, വേണച്ചെടുത്താൽ മതി. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ, അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തെന്ന് മാത്രം. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ നെയ്യ്. ഈ പാത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഹലുവ ഒരു ഷേപ്പ് രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ആ പാത്രത്തിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടി ഒന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയിട്ട് ഒരു റോസ് കളർ ആവുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് അതൊന്ന് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്കത് ചൂടാക്കി എടുക്കാം കേട്ടോ. പഞ്ചസാര ലായനിയാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഒന്ന് ചൂടാക്കി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ ഏകദേശം പഞ്ചസാര ലൈനി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗോതമ്പ് പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കിയിട്ട് നമുക്ക് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും എന്താണ്ടോ ഇതുപോലെ ഒന്ന് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് കലക്കിയെടുക്കണം. കലക്കിയെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് നമ്മുടെ പാനിലേക്ക് ഇതാണ്ടോ ഇതുപോലെ ആവാൻ പാടില്ല. നന്നായിട്ട് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസ് രീതിയിലാക്കി എടുക്കണം. കട്ടിയൊന്നും ഇല്ലാതെ എടുക്കണം. അല്ല പറഞ്ഞു വെച്ചാൽ നമ്മുടെ അലുവയിലും അതേപോലെ കട്ടകൾ ഉണ്ടാവും. അപ്പം നമുക്കൊന്ന് കട്ടിയില്ലാണ്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കണ്ടോ, ഇപ്പം ഏകദേശം ഒരു വെള്ളം രൂപം പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ലൈനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ, യെല്ലോ കളർ ഫുഡ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗോതമ്പ് കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ല പറഞ്ഞു എന്ന് വെച്ച് വേഗം അടി പിടിക്കും കേട്ടോ. പിന്നെ നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് കുറുകി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല, ഇതുപോലെ ചിരകി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാൻ പാടില്ല കേട്ടോ. എന്താ വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിലേക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുറച്ച് നെയ്യ്, അത്യാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കിയിട്ട് ഇതിൽ നിന്ന് ഈ നമ്മുടെ പാത്രത്തിൽ നിന്നൊന്ന് വേറിട്ട് വരും. അതുവരെ നന്നായിട്ട് നമുക്ക് ഇതേപോലെ ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നല്ല എണ്ണ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വേണം, നല്ല എണ്ണകൾ. അത് പറഞ്ഞു വെച്ചാൽ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ അങ്ങനെ വല്ലതും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം നമ്മുടെ ഈ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരും. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ ഒരു ഇതിലായിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ എല്ലാ ഭാഗത്തും ഒരു ഭാഗത്തേക്ക് ആക്കി കൂട്ടി വെച്ചിട്ട് നമുക്ക് അടുപ്പൊന്ന് നമുക്ക് കെടുത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കി വെക്കുന്നത്, നമുക്ക് വട്ടത്തിലുള്ള പാത്രം ഉണ്ടെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ പാത്രത്തിലാവുമ്പോൾ നമുക്ക് സ്ക്വയർ രീതിയിൽ വെട്ടിയെടുക്കാം. അതിൽ നന്നായിട്ട് നമുക്ക് നെയ്യ് വരട്ടി കൊടുക്കാം കേട്ടോ. ആ പാത്രത്തിലേക്ക് നന്നായിട്ട് നെയ്യ് വരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം വൃത്തിയായിട്ട് ഇതേപോലെ ഓരോ ഭാഗത്തും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല ഇല്ലച്ചാലും. ശരിക്കും പറഞ്ഞാൽ ഇത് അടിയിൽ ഇട്ട് കൊടുക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ റെഡി ആയി കഴിഞ്ഞ ശേഷം നമുക്കൊരു ഇതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അടച്ചിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലച്ചാൽ ഒന്ന് പുറത്ത് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്നാവും. അങ്ങനെ നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ, ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ, അല്ലച്ചാൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമുക്കിങ്ങനെ അടച്ചു വെച്ചു. ഇതാണ്ടോ നമ്മുടെ ഏകദേശം തണുത്തു കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു, തണുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് ഇതാണ്ടോ ഷേപ്പിൽ വന്നിരിക്കുന്നത്. ശരിക്കും ഇത് കൂടി നട്ട്സ് ഇടേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ നട്ട്സ് ഇട്ടില്ല കേട്ടോ, മറന്നുപോയി. അങ്ങനെ നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.